ഒരു രാഷ്ട്രീയക്കാരൻ ജനിച്ചു പോകും, മറ്റുള്ളവരെല്ലാം മടരാകും. ഇവിടെ ഒരു രാഷ്ട്രീയം വോട്ട് ബഹിഷ്കരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയം പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പാറ തീരുമാനിക്കണം. ഇന്ന് കിടക്കാൻ സ്ഥലമില്ല, കുടിവെള്ളമില്ല, കറണ്ട് ഇല്ല. ഞങ്ങൾ എവിടെ പോകും? ഈ ജനങ്ങൾ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാ. ഈ നാട് വിട്ട് ഞങ്ങൾ എവിടെ പോയി ജീവിക്കണം? പറ ഒറ്റ അടിക്കും. ഞങ്ങൾ എല്ലാരും പെട്രോൾ അടിച്ച് തീ അടിച്ചിട്ട് ചാവും. അത് തന്നെ നടക്കത്തുള്ളൂ. എത്ര നാളായി, എത്ര മാസമായി ഇവിടെ കിടന്നിട്ട്? ഒരു MLA എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിനകത്ത് കേറിയിട്ടുണ്ടോ? ഇവിടെ പീറകളാ. ഈ പീറകൾ അവരെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചില്ലേ? ഈ പീറകൾ അവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചില്ലേ? അവരെ അധികാരത്തിൽ കേട്ടില്ലേ? രാവിലെ ഒരു 11 മണി മുതൽ കടലേറ്റം തുടങ്ങിയത്. ആ ആളുകൾ ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് നോൻപ് പിടിച്ചിരുന്ന ആൾക്കാരാണ്. ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. കടലടിയുടെ സൗണ്ട് കേട്ടിരുന്നു. പേടിച്ച് വിറച്ചാന്ന് എല്ലാവരും ഇരിക്കുന്നത്. കിഴക്ക് വീടുകൾ പോയി, ഇങ്ങോട്ട് തെങ്ങും മരങ്ങളും എല്ലാമാണ് നശിച്ചോണ്ടിരിക്കുന്നത്. 3 മാസം കൊണ്ട് മനുഷ്യൻ ഇതിനു വേണ്ടി കടന്ന് കഷ്ടപ്പെടുക. 10 ലക്ഷം രൂപ തന്നാൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വേണം. അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവരുത്, അവിടെ മറ്റൊരു സാധനം ഉണ്ടായത്. അവിടെ കോർപ്പറേഷൻ പരിധിക്കുള്ളിലാണ് ഈ 10 ലക്ഷം രൂപ തരുന്നത്. അത് പറ്റത്തില്ല. ഇനി കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപയും 3 സെന്റ് സ്ഥലം സുരക്ഷിതമായിട്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ കിടന്ന് മരിക്കും, ഇവിടുന്ന് പോത്തില്ല. ഇപ്പൊ അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് കല്ലടിക്കേണ്ട ഇവിടെ തിരക്ക് ശക്തി കൂടുതൽ. അപ്പൊ അത് കുറച്ചു കൊടുക്കണം. അവർ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ പാവപ്പെട്ടവരല്ലേ. അവർക്ക് ജീവിക്കേണ്ട ഈ മത്സ്യത്തൊഴിലാളികളല്ലേ അവർക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല. ദിലീപ് നമുക്കിപ്പം ശരിയാണ്. ദിലീപ്, വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായ പ്രതികരണങ്ങൾക്ക് അടിസ്ഥാനവുമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മുണ്ടക്കലിൽ? ഡോക്ടർ അരുൺകുമാർ, സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങളാണ് ഇപ്പോൾ ഈ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഈ കടലാക്രമണത്തിന് ഒരു ശാശ്വത പരിഹാരം പോലും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു എടുത്തു പറയുന്ന കാര്യം. മാത്രമല്ല, കഴിഞ്ഞ 3 മാസമായി ഇവിടെ ഈ കടൽക്ഷോഭം തുടങ്ങിയിട്ട്. പക്ഷേ ഇന്നലെ മുതൽ വലിയ തോതിൽ, ഇന്നലെ രാത്രി 4 വീടുകളാണ് കടലെടുത്തത്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെത്താതെ, ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥരെത്താതെ, അല്ലെങ്കിൽ MLA അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്താതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുകയാണ് ഇവിടുത്തെ. ചേട്ടാ, ഇന്നലെ എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇത് കടലാക്രമണം എപ്പോഴുണ്ടായത്? ഇന്നലെ 11 മണിക്ക് തുടങ്ങിയ കടലാക്രമണം ഇന്ന് ഇതേവരെ നടന്നുകൊണ്ടിരിക്കുക. അതിലത് യാതൊരു മാറ്റമില്ല. എത്ര വീട് നിലപറ്റിയെന്നറിയാം. 4 വീട് തറ പറ്റി കിടക്കുകയാണ്. ഞങ്ങൾ എവിടെ പോയി കിടക്കണം? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം മുമ്പോട്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം എന്തിനു വേണ്ടിയിട്ട്? ഉദ്യോഗസ്ഥർ വരാൻ ഈ വീട് നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് അതിനെ അടിയന്തരമായി എത്രയും പെട്ടെന്ന് നഷ്ടപ്പെടണം. കൊടുക്കാനുള്ളവർക്ക് ബാക്കി 10 ലക്ഷം ബാക്കി പൈസ കൊടുക്കണം. എത്രയും പെട്ടെന്ന് ബാക്കി പുലിമുട്ടോടെ നിർമ്മിക്കണം. അത് ചെയ്തതിൽ യാതൊരു മാറ്റമില്ല. ഇത് തുടക്കം മാത്രമേ ഉള്ളത്. ഇതിൽ നിന്ന് പരിഹാരം കണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ കളക്ടറെ വീട് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതിലെന്തെല്ലാം പരിഹാരം കാണണം. കാര്യം അധികാരികളെ അറിയിച്ചിരുന്നു? അറിയാം. 3 മാസം കൊണ്ട് എല്ലായിടത്തും കയറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. 10 ലക്ഷം രൂപ ഇവർക്ക് നഷ്ടപരിഹാരമായി നൽകാമെന്ന് പറഞ്ഞിരുന്നു. വീടെടുത്ത് മാറി താമസിക്കാനുള്ള കാര്യങ്ങൾ നൽകി. പക്ഷേ ഇവിടെ ആർക്കും പണം കിട്ടി. അമ്മച്ചി, ഇവിടെ പൈസ കിട്ടിയായിരുന്നു അമ്മച്ചിക്ക്? ഇല്ല. അമ്മച്ചിയുടെ വീട് പോയായിരുന്നോ? അല്ല. ഇവിടെ നിങ്ങൾക്ക് വീടിന് ഞങ്ങളുടെ വീടൊക്കെ കടലിന്റെ അടുത്താ ഇപ്പൊ. ഞങ്ങൾക്കും രാത്രി ബുദ്ധിമുട്ട്. പിന്നെ ഭയങ്കര കടൽ വീടൊക്കെ കുലുങ്ങായിരുന്നു കടലടിച്ചിട്ട്. അത് കാരണം ഞങ്ങൾക്കൊക്കെ വീടിന് ബുദ്ധിമുട്ട് അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പം ഞങ്ങൾക്ക് പുലിമുട്ട് എത്രയും പെട്ടെന്ന് പുലിമുട്ട് നിർമ്മാണിച്ച് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ സുരക്ഷിതമാക്കുക, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓരോ വീടുകളും സുരക്ഷിതമാക്കണമെന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം ബിന്ദു കൃഷ്ണ, കോൺഗ്രസിന്റെ നേതാവ് ചേരുന്നുണ്ട്. ബിന്ദു കൃഷ്ണ ഇന്നലെ എല്ലാ വീടുകളും കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. കണ്ടിട്ട് എന്താണ് തോന്നിയത്? അധികാരികളെ കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അധികാരികൾ ആരും വരുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തീർച്ചയായും മാസങ്ങളായി 3-3.5 മാസക്കാലമായി രൂക്ഷമായ കടലാക്രമണം ഈ പ്രദേശങ്ങളിൽ നടക്കുകയാണ്. 3 മാസത്തിനു മുമ്പ് നമ്മൾ കണ്ട വീടുകൾ ഇപ്പോൾ ഇല്ല. ഇന്നലെ ഞങ്ങൾ വന്ന് കണ്ട് കടൽ കയറി വീടുകൾ അടിസ്ഥാനം വരെ പോയിക്കൊണ്ടിരിക്കുന്നു.
അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീടുകൾ മുഴുവൻ അപ്രത്യക്ഷമായി. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്, പട്ടിണി പാവങ്ങൾ, വീട്ടുജോലിക്ക് പോകുന്ന, മീൻ പിടിക്കാൻ പോകുന്ന പാവങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഇവിടെ ഒരു അധികാരികളില്ല. ഇവർ ഓരോ ഫിഷറീസിൻ്റെ ഓഫീസ്, കോർപ്പറേഷൻ ഓഫീസ്, മന്ത്രിമാരുടെ, MLA-യുടെ, മേയറുടെ ഓഫീസുകൾ കയറി ഇറങ്ങി പലപ്പോഴും MLA അടക്കമുള്ളവരും തിക്താനുഭവങ്ങൾ ഉണ്ടാകും. ഇവരെ സംരക്ഷിക്കുവാൻ നിയമപരമായും ധാർമ്മികമായും ഉത്തരവാദപ്പെട്ടവർ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല, ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നേരത്തെ പോയവർക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു, അത് കൊടുക്കുന്നില്ല. വീട് എടുക്കൂ, അതിന് പണം അനുവദിക്കാമെന്ന് മേയർ പറഞ്ഞു. വീടെടുത്തിട്ട് ചെന്നപ്പോൾ അതിന് പണമില്ല, ഫണ്ടില്ല എന്നുള്ള ഒറ്റ വാക്ക്. കേരള സർക്കാരിന് ദൂർത്ത് നടത്താൻ കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷേ ഈ പാവങ്ങളുടെ കണ്ണുനീര് കാണാൻ മാർഗമില്ല. അത് ഞങ്ങൾ എല്ലാവരെയും അലട്ടുന്നു. ശക്തമായ പ്രതിഷേധം. ഡോക്ടർ അരുൺകുമാർ, ഇവിടെ നിരവധി വീടുകളാണ് ഇപ്പോൾ കടലെടുത്ത് പോയിരിക്കുന്നത്. ഇന്നലെ മേയർ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് അധികം രൂക്ഷമായ കടൽക്ഷോഭത്തിന് ഇരയായവർക്ക് ഇരുവിപുരത്ത് ഒരു സ്കൂളിൽ പുനരധിവാസത്തിന് അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമ്പിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ BJP-യുടെ സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ ഇവിടെ എത്തി ഈ നാട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ്. കൃഷ്ണകുമാറും അവിടെ എത്തിയിട്ടുണ്ട്.